കുറേ മാനുവൽ ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഇനീഷ്യലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, കാരണം ട്രാവൽ ചെയ്യാൻ പറ്റും എല്ലാ സ്ഥലത്തും. സൗദിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ആ സമയത്ത് സെയിം സാധനം, സെയിം ചെക്ക് ലിസ്റ്റ്, പോവുക, ചെക്ക് ചെയ്യുക, തിരിച്ചു വന്ന് ഇതേപോലെ റിപ്പോർട്ട് ഉണ്ടാക്കാനും മടിയായി തുടങ്ങി. എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും ആ പീരീഡ് എൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ റിപ്പോർട്ട് ഒരുമിച്ച് ഉണ്ടാക്കലും എന്നിട്ട് സബ്മിറ്റ് ചെയ്യലും. അപ്പം ഇതൊരു മാനുവൽ ഇതായപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മാനേജ്മെൻ്റ് അടുത്ത് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടും IT ആയിരുന്നു. നമ്മൾ ഇതിനെന്തെങ്കിലും ഒരു ആപ്പെല്ലാം ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ടൈമും എഫേർട്ടെല്ലാം സേവ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി അവർക്ക് അതിനുള്ള ബഡ്ജറ്റും ഇല്ല, ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ജോബ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു ഇതായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ ഹോസ്റ്റലിലുണ്ടായ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇജാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനക്ക് ഇങ്ങനത്തെ താല്പര്യം ഉണ്ടാവും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനത്തെ ഒന്ന് ചെയ്യാം, നമുക്കൊന്ന് നോക്കിയാലോ എന്നാണ്. അപ്പോൾ അവൻ നല്ല ഇൻട്രസ്റ്റ് കാണിച്ച്, അപ്പോൾ എനിക്കും ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ നമ്മൾ ആഫ്റ്റർ വർക്കിംഗ് അവേഴ്സ് നമ്മളിങ്ങനെ ഒരു സൈഡ് ഹോബി പ്രോജക്റ്റ് പോലെ ചെയ്തതാണ്. ഞാൻ കൂടുതൽ റിക്വയർമെൻറ്റ്സ്, ഡിസൈൻ എങ്ങനെ വേണം, എന്തായിരിക്കും സ്ട്രക്ചർ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ലെവലിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കല്. കോഡ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇജാസായിരുന്നു. നമ്മൾ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ രാത്രി 3-4 മണി വരെ വർക്ക് ചെയ്യും, എന്നിട്ട് രാവിലെ വീണ്ടും 8 മണിക്ക് എണീച്ചിട്ട് നോർമൽ ജോബ് ചെയ്യും. ഇത് ഒരു മാസം കൊണ്ട് നമ്മളൊരു ആപ്പ് ഇറക്കി, എന്നിട്ട് മാനേജ്മെന്റിന് കാണിച്ചു കൊടുത്ത്. അപ്പോൾ അവർ പറയുമ്പോൾ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്ത്. എനിക്ക് എൻ്റെ ജോബ് എളുപ്പമാക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ അജണ്ട. അപ്പം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ജോബും ഇങ്ങനെ കുറച്ച് ബോറടിച്ച് വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുക സൈഡായിട്ടുള്ള എന്നുള്ള. അപ്പോൾ ബിസിനസ്സിൻ്റെ ലെവലിലൊന്നും ആലോചിച്ചിട്ടേ ഇല്ല ആ സമയത്ത്. എന്നിട്ട് ആ ആപ്പ് ഇറക്കി വിത്തിൻ 1 month റിസൾട്ട് കണ്ടു തുടങ്ങി കമ്പനിയിൽ. ആ 5 ദിവസത്തെ ഓഡിറ്റ് നമ്മൾ 2 ദിവസത്തേക്ക് ചുരുങ്ങി.